തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചില നാടകീയമായ നീക്കങ്ങൾ നടക്കുന്നതായി സൂചന. നടി തൃഷ രാഷ്ട്രീയത്തിലേക്കെന്ന വാർത്തകളടക്കം പുറത്തുവരുന്നു. വിജയുടെ തമിഴ് വെട്രി കഴകം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർപ്പൻ വിജയം നേടിയതിന് പിന്നാലെയാണിപ്പോൾ ടിവികെയിലേക്ക് ചേരുമെന്ന അഭ്യൂഹങ്ങൾ ഇവിടെ ശക്തമാകുന്നത്. ഇവിടെ MGR ജയലളിത കോംബോയുടെ മറ്റൊരു ആവിഷ്കാരമാണോ നടക്കാൻ ഒരുങ്ങുന്നതെന്നതും ഇവിടെ എല്ലാവരും ഉറ്റുനോക്കപ്പെടുകയാണ്. 10 വർഷങ്ങൾക്ക് മുൻപേ തന്നെ തൃഷ പറഞ്ഞൊരു പ്രസ്താവന ഇപ്പോൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. തനിക്ക് അവിടെ CM ആകണമെന്ന ആഗ്രഹം പോലും അവർ പ്രകടമാക്കിയിരുന്നതും അതിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്ന രീതിയിലാണോ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നതാണ് ഇവിടെ എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്നത്. അതേസമയം തമിഴ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. തൃഷ TVKയിൽ ചേരുകയും അവിടെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുമെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് പെരുമ്പാവൂരിലും അതുപോലെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിലും മത്സരിച്ചിരുന്നു. രണ്ടിടത്തും വിജയിച്ച സാഹചര്യത്തിൽ ഒരു മണ്ഡലത്തിൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരും. അതേപോലെ തന്നെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിലെ അംഗത്വം വിജയ് രാജിവെക്കുകയും ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ തൃഷ ഇവിടെ മത്സരിക്കാൻ അവിടെ നേതാക്കൾക്ക് താല്പര്യമുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 14 ദിവസത്തിനുള്ളിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കണമെന്നത് നിയമമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റുമായി അടുത്ത ആ ഒരു മണ്ഡലം എന്നതിനാൽ തന്നെ വിജയ് പേരാവൂർ നിലനിർത്താനാണ് ഏറെ സാധ്യത കൂടുതൽ. ഈ സാഹചര്യത്തിൽ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് ആ സീറ്റിലാകും ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. മാത്രമല്ല ചില ന്യൂസ് പോർട്ടലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം തമിഴക വെട്രി കഴകത്തിലെ നേതാക്കൾ തൃഷ പാർട്ടിയിൽ ചേരണമെന്നും തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്നും ആഗ്രഹം പ്രകടിപ്പിച്ചതായാണ് വ്യക്തമാകുന്നത്. രാഷ്ട്രീയ പ്രവേശനത്തിന് തൃഷ കൃഷ്ണൻ ഇതുവരെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുൻ രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്തതിനാൽ തന്നെ അവർ ഇക്കാര്യത്തിൽ നിലപാട് പരസ്യമാക്കിയിട്ടില്ല. തമിഴക വെട്രി കഴകത്തിൽ ചേരുന്നതിനെ കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടുമില്ല. അതേസമയം സർക്കാർ രൂപീകരണം സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ പോലും സർക്കാർ ഉണ്ടാക്കാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആകട്ടെ വിജയെ ക്ഷണിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വിജയ്ക്ക് പിന്തുണയുമായി അവിടെ DMK സഖ്യകക്ഷികൾ രംഗത്തെത്തിയതും വാർത്തയായി തന്നെ പുറത്തുവരികയാണ്. അതേസമയം സർക്കാർ രൂപീകരിക്കാൻ അവിടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വിജയ് ഇന്നലെ ഗവർണറെ കണ്ടെങ്കിൽ പോലും കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 118 അംഗങ്ങളുടെ പിൻബലം ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. 112 പേർ ഒപ്പിട്ട കത്താണ് ഗവർണർക്ക് നൽകിയത്. ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യമായ അംഗസംഖ്യ ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം ആകട്ടെ ആ നേതാവിനെ മടക്കി അയക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ DMK AIDMK ആ ഒരു സഖ്യ സാധ്യത ശ്രമങ്ങൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകളടക്കം ഇവിടെ ഉയർന്നു കേൾക്കുന്നതായും എന്നാൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും സഖ്യ സാധ്യതകൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്ന വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.